നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ സന്തോഷം നീ കാരണം നടക്കാതെ പോവില്ല. മരണത്തിന്റെ വക്കിൽ നിന്ന് നീ തിരിച്ചു വന്നത് അച്ഛനെ എങ്ങനെ സങ്കടപ്പെടുത്താനാന്നോടാ? നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ആഗ്രഹങ്ങളെല്ലാം അച്ഛൻ ഉള്ളിൽ ഒതുക്കി നടക്കുക. ആ മനസ്സ് എനിക്കറിയാം. നീ ആലോചിക്കും മോനെ, ഞാനീ പറയുന്നത് ശരിയാണെന്ന്. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, വിളിച്ച വിളി കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. പിന്നെ അവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു അവസ്ഥ നീയായിട്ടുണ്ടാക്കി വെക്കരുത്. ചേച്ചി, എന്റെ മനസ്സൊന്ന് പാകപ്പെടണ്ടേ? പാകപ്പെടാനും പൊരുത്തപ്പെടാനും പറ്റാത്ത മനസ്സുമായിട്ടാടാ പലരും ജീവിതം തുടങ്ങുന്നത്. പോകെ പോകെ അത് പാകപ്പെട്ട് വരും. ജീവിതം എന്ന് പറയുന്നതേ നമ്മുടെ സ്വാർത്ഥതയല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം കൂടെയാ. അത് നീ മനസ്സിലാക്ക. ഇത്രയൊക്കെ പറഞ്ഞു തരാനുള്ള അറിവേ ഈ പ്രീ ഡിഗ്രി ഫെയിൽഡ് പ്രേമയ്ക്കുള്ളൂ. നിനക്ക് ഭക്ഷണം കഴിക്കാറാവുമ്പോ നീ അകത്തേക്ക് വന്നാ മതി. ഞാൻ അവിടെ കാത്തിരുന്നോളാം. ഹലോ, സങ്കടത്തിലാണെന്ന് തോന്നുന്നു. സങ്കടം? എനിക്കോ? എന്തിന്? ആ, ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. നാട്ടുകാരെ പറ്റിക്കാനും പെൺപിള്ളേരുടെ കണ്ണീര് വീഴിക്കാനും നീ ഇങ്ങനെ നെടുന്തൂണ് പോലെ നിൽക്കുമല്ലേ? ആ കാര്യത്തില് എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ ശരത്തെ. അതല്ലടി, വക്കീലിന് വേറെ പെണ്ണാലോചിക്കാന്ന് കേട്ടല്ലോ. ഏത് വക്കീലിന്? ഏതൊക്കെ വക്കീലന്മാരെ നിനക്കറിയാം? എനിക്ക് പലരെ അറിയാം. ഓ, അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ എന്തേലും പറയാനാ വന്നെങ്കിൽ പറഞ്ഞിട്ട് പോടാ. അല്ല, സിദ്ധാർത്ഥ വക്കീലിന് വേറെ പെണ്ണാലോചിക്കാന്ന് കേട്ടല്ലോ. അതിന്റെ വിഷമത്തിലായിരിക്കും അല്ലേ? അതോ സുധിയേട്ടനോട് പ്രാർത്ഥിക്കുവാണോ? സുധിയേട്ടന്റെ ഹൃദയം വേറെങ്ങോട്ടും ചായരുതേന്ന്. ശരത്തെ, സിദ്ധാർത്ഥനെ കല്യാണം കഴിക്കണമെങ്കിൽ അത് ഇന്ന് രാത്രി വേണമെങ്കിലും എനിക്ക് സാധിക്കും. പക്ഷെ അങ്ങനെ വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോ സമയമാവുമ്പോ അത് നടക്കണമെന്നാ വിധിയെങ്കിൽ അതങ്ങ് നടന്നോളൂ. അതോർത്ത് നീ ബുദ്ധിമുട്ടണ്ട. നടക്കത്തില്ലടി. അവന്റെ നെഞ്ചും കൂടിനകത്ത് മിടിക്കുന്ന ഹൃദയത്തിന്റെ പേര് പറഞ്ഞല്ലടി നീ ഇങ്ങനെ നിവർന്ന് നടക്കുന്നത്. അത് നടു റോഡിക്കിടന്ന് പെടയ്ക്കുന്ന പണി എന്റെ കയ്യിലുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യടാ. പക്ഷെ ഞാൻ ഒന്ന് വിരൽ ഞൊടിച്ച നിന്നെ തീർക്കാനും ആൾക്കാരുണ്ട്. അത് ഞാൻ ചെയ്യാത്തെന്താ നിനക്കറിയോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കൊരു രക്തസാക്ഷി പരിവേഷം കിട്ടും. അത് വേണ്ട. നീ ഒരു കൊടും ക്രിമിനൽ ആണെന്നും കള്ളനാണെന്നും നിത്യെന്ന് പറയുന്ന പൊട്ടിപ്പെണ്ണുണ്ടല്ലോ, തിരിച്ചറിഞ്ഞതിന് ശേഷം മതി നിന്റെ അവസാനം. ഓടി കാണാം. പിന്നെ നിന്റെ അന്വേഷണ വണ്ടി എറണാകുളത്തെ പൂജാരി വളവിൽ കിടക്കുന്നല്ലേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് നീങ്ങിയില്ലേ? 4 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള ശരത്തിന്റെ വീട് കണ്ടുപിടിക്കുമെന്നായിരുന്നല്ലോ വെല്ലുവിളി. എന്തേ ആ വിവരം ശേഖർത്താന്നില്ലേ? ആതാരും കണ്ടുപിടിക്കുകയും ചെയ്യും. നിനക്ക് ഒരമ്മയും സഹോദരനും കൂടെ ഉണ്ടായിരുന്നു എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാരൊക്കെയാണെന്നും ഇപ്പൊ എവിടെയാണെന്നും ഞാൻ കണ്ടുപിടിച്ചോളാം. നീ കൊണ്ടുവരുന്നതിന് മുൻപ് അവരെ ഈ മുറ്റത്ത് ഞാൻ കൊണ്ടുവന്ന് നിർത്തും. കാണാം. ആ കാണാം. ആ പോലെ
ചോര വറ്റിയ നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെടാ. നീ പറഞ്ഞല്ലോ നിത്യയും നീയും തമ്മിലുള്ള കല്യാണത്തിന് മണ്ഡപത്തിൽ ഒരു ചിതാഭസ്മ കലശം മാത്രമല്ല, മുറ്റത്ത് ചിലര് വന്ന് നിൽക്കുന്നു. അതിനു മുൻപ് ഞാൻ കൊണ്ടുവരും ഈ പറഞ്ഞവരെയൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം മണ്ഡപം ഒരുക്കണോ, ചിതാഭസ്മ കലശം മണ്ഡപത്തിൽ വയ്ക്കണോ എന്നൊക്കെ. എന്തൊരു ഇരിപ്പാ മോളെ ഇത്. വന്നു വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ടമ്മായി. നീ കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നാൽ എങ്ങനെയാ? കുഞ്ഞിനെ ഭഗവാൻ ഇങ്ങ് തിരിച്ചു കൊണ്ടുവന്ന് തരും. നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ. എനിക്കൊന്നും അറിയത്തില്ല. ഒന്ന് ജീവിച്ചു തുടങ്ങാന്ന് കരുതിയതാ. ദേ ഫോൺ ബെല്ലടിക്കുന്നു. ആരാന്ന് നോക്കും മോളെ. അമ്മായി നോക്കാരെന്ന് എനിക്ക് തീരെ വയ്യ. അക്ഷരമോളാണല്ലോ. മോളെ. എന്തുണ്ടമ്മേ? ഓ, എന്തു പറയാനാ മോളെ. ഈ വീട് ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കല്ലേ. പൊന്നുമണി എന്തിയമ്മേ? ഇവിടെയുണ്ട്. ഒന്ന് ഫോൺ കൊടുത്തേ. ശരി മോളെ, ഞാൻ കൊടുക്കാം. ദാ അക്ഷരമോളാ. ഹലോ ചേച്ചി. എന്താടി ഇത്? ഒരുമാതിരി വെള്ളത്തിൽ വീണ പൂച്ചക്കുഞ്ഞിനെ പോലെ. ഒന്നുമില്ല ചേച്ചി. എന്റെ കുഞ്ഞിനെ ഞങ്ങൾ തേടി പിടിച്ച് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞില്ലേ? നീ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ നാളെ മുതൽ പഠിക്കാൻ പോണം കേട്ടോ. നമ്മളെ തോൽപ്പിച്ചോന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്നവരുടെ മുന്നില് നമ്മളെ തോറ്റിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ, നീ തനിച്ചല്ല, ഞങ്ങൾ എല്ലാവരും നിനക്കൊപ്പമുണ്ട്. കുഞ്ഞിനെ അങ്ങനെ ഒരുപാട് നാളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും ആവില്ല. നമ്മൾ കണ്ടെത്തും. അതുകൊണ്ട് തുടങ്ങി വെച്ച പഠനം വീണ്ടും ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ക്ലാസ്സിന് പോണം കേട്ടല്ലോ? പോയിക്കോളാം ചേച്ചി. എങ്കിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കിയായിട്ടിരിക്കെ. ഞാൻ വിളിച്ചോളാം. ആരുമായിട്ടായിരുന്നു ഫോൺ സംഭാഷണം? ഞാൻ പൊന്നുമണി ഒന്ന് വിളിച്ചതായിരുന്നു. പാവം, ആകെ ഡെസ്പാ. ഇടയ്ക്കൊന്ന് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലേ അവള് ഡിപ്രഷനിലേക്ക് പോവും. അത് ശരിയാ. ഈ ചെറിയ പ്രായത്തിൽ താങ്ങാവുന്നതിന്റെ അപ്പുറം അനുഭവിച്ചു കഴിഞ്ഞില്ലേ അവള്. പഠിത്തം മുടക്കരുത്. അടുത്ത ദിവസം മുതൽ ക്ലാസ്സിന് പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോകാമെന്ന് സമ്മതിച്ചിട്ടാ ഫോൺ വെച്ചത്. മാലയിട്ട് നോമ്പ് നോറ്റ് മല കയറി. പക്ഷേ അയ്യപ്പസ്വാമി ചതിച്ചു അല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. ജീവൻ പോലും നഷ്ടപ്പെടുമായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചില്ലേ? പിന്നെ കുഞ്ഞിന്റെ കാര്യം, ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രം. ഇത്തരം പ്രതിസന്ധികളിലൂടെയും പരീക്ഷകളിലൂടെയല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാലും ഇത് ഇത്തിരി കടന്നുപോയി. പാവപ്പെട്ടവരെ ഇങ്ങനെയിട്ട് വട്ടം ചുറ്റിക്കുന്നത് ദൈവത്തിനൊരു തമാശയായിരിക്കും അല്ലേ? അങ്ങനെ കരുതണ്ട. ഓരോ ജന്മത്തിലും നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ട കർമ്മഫലങ്ങളുണ്ട്. അപ്പോഴൊക്കെ മനസ്സ് കൈവിട്ടു പോവാതെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു സുഹൃത്തേ ഉള്ളൂ. അത് ഭഗവാൻ മാത്രം. ഇതെനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ അമ്മയാ. അതും ശരിയാ. ഇതും ഒരു പരീക്ഷണ കാലമാ. ഈ കാലവും കടന്നുപോകും. പക്ഷേ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീണുകൊണ്ടിരിക്കുക. നിന്റെ ഡാഡിയും നമ്മളും തമ്മിൽ ഒരുപാട് അകന്നു പോകുന്നു. ഒഴുക്കിൽപ്പെട്ട്
ഇരു കരകളിലേക്കും അകന്നു പോകുന്നു. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ഡാഡിക്കൊരു തിരിച്ചറിവുണ്ടാകുമ്പോ അകന്നു പോയ ബന്ധങ്ങളൊക്കെ താനെ അടുത്ത് വന്നോളും. ഇപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് മറഞ്ഞു നിന്ന് നമ്മളെ ആക്രമിക്കുന്ന ശത്രുവിനെ അത് എത്രയും വേഗം വേണം. നമ്മൾ കരുതുന്ന പോലെ ആ ശത്രു വിശാലോ അപ്പച്ചയൊന്നും ആയിരിക്കണമെന്നില്ല, മറ്റാരോ ആണ്. അതെ, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഒളിവിലിരിക്കുമ്പോഴേ എനിക്കിത് തോന്നിയതാ. അന്നേ സിദ്ധാർത്ഥൻ എനിക്ക് മുന്നറിയിപ്പ് തന്നതാ, ഒപ്പം സഞ്ചരിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ടെന്ന്.